നമസ്കാരം. നമുക്കൊരുമിച്ച് ഒരു യാത്ര പോകാം 2500 വർഷം പിന്നോട്ട്, ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലേക്ക്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗൗതമബുദ്ധന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം ജീവിച്ചിരുന്ന ആ ലോകത്തെക്കുറിച്ചുമാണ്. അപ്പം നമുക്ക് നേരെ ആ കാലഘട്ടത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ആ കാലഘട്ടത്തിലെ വലിയ മാറ്റങ്ങളെപ്പറ്റി സംസാരിക്കും. പിന്നെ സിദ്ധാർത്ഥൻ എന്ന രാജകുമാരന്റെ ജീവിതത്തിലേക്ക് കടക്കും. തുടർന്ന് അദ്ദേഹത്തിന്റെ മഹാപരിത്യാഗം, ബോധ് കയയിൽ വെച്ച് ജ്ഞാനോദയം ലഭിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ധർമ്മോപദേശം, അവസാനം ഈ കഥകളെല്ലാം നമ്മൾ എങ്ങനെ അറിയുന്നു എന്നതിന്റെ ചരിത്രപരമായ രേഖകൾ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു രൂപരേഖ. ബുദ്ധനെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം അദ്ദേഹം ജീവിച്ച ലോകം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? കാരണം വലിയ സാമൂഹികവും ബൗദ്ധികവുമായ മാറ്റങ്ങൾ നടന്ന ഒരു കാലത്താണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ രൂപപ്പെടുന്നത്. ചരിത്രത്തിൽ ഈ കാലഘട്ടം സെക്കൻഡ് ഏർബനൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇരുമ്പുകൊണ്ടുള്ള കലപ്പയൊക്കെ വന്നതോടെ ഗംഗാ സമതലങ്ങളിൽ കൃഷിയിലൊരു വൻ കുതിച്ചുചാട്ടം തന്നെയുണ്ടായി. ഒരുപാട് വിളവ് കിട്ടാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും വ്യാപാരം വളർന്നു. അക്കാലത്ത് പഞ്ച് മാർക്ഡ് കോയിൻസ്, അതായത് അന്നത്തെ തരം നാണയങ്ങൾ ഉപയോഗത്തിൽ വന്നു. ഇതെല്ലാം രാജഗൃഹം, വാരണാസി പോലുള്ള വലിയ നഗരങ്ങൾ വളർന്നുവരാൻ കാരണമായി. ഈ കാലഘട്ടത്തിലൊരു പ്രധാന പുരാവസ്തു തെളിവാണ് നല്ല മിനുസമുള്ള കറുത്ത മൺപാത്രങ്ങൾ. അതിനെ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ അല്ലെങ്കിൽ NBPW എന്നു പറയും. അപ്പോൾ ആ സമൂഹത്തില് രണ്ട് പ്രധാനപ്പെട്ട ചിന്താധാരകൾ തമ്മിൽ ഒരു തരം മത്സരം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു വശത്ത് വർണ്ണവ്യവസ്ഥയിലും വലിയ യാഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ബ്രാഹ്മണിക്കൽ ട്രഡീഷൻ, മറുവശത്ത് ഈ അധികാരത്തെയും ആചാരങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടുവന്ന ശ്രമണ ട്രഡീഷൻ. ഈ ഒരു ശ്രമണ പാരമ്പര്യത്തിൽ നിന്നാണ് ബുദ്ധമതവും ജൈനമതവുമൊക്കെയുണ്ടാകുന്നത്. ഇങ്ങനെയൊരു ലോകത്തേക്കാണ് ഈ മാറ്റങ്ങളുടെ ഒന്നും ചൂടറിയാതെ ഒരു രാജകുമാരൻ ജനിച്ചു വീഴുന്നത്. സിദ്ധാർത്ഥൻ എന്ന രാജകുമാരൻ. ഇവിടെ നോക്കൂ, ബുദ്ധന്റെ 80 വർഷത്തെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 സംഭവങ്ങളാണ് ഈ ടൈം ലൈനിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ ജനനം, ലൗകിക ജീവിതം ഉപേക്ഷിക്കുന്നത്, അതായത് റിനൻസിയേഷൻ, പിന്നെ ജ്ഞാനോദയം അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ്, അവസാനം മരണം, അതായത് മഹാപരിനിർവാണ. ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. സിദ്ധാർത്ഥ ഗൗതമൻ ഇന്നത്തെ നേപ്പാളിലെ ലുംബിനിയിലാണ് ജനിച്ചത്. ശാക്യ എന്ന ഒരു റിപ്പബ്ലിക്കൻ ഗണായുടെ തലവനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ ശുദ്ധോധനൻ. അദ്ദേഹം ഒരു ക്ഷത്രിയ ആയിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അസിതൻ എന്നൊരു ഋഷി പ്രവചിച്ചിരുന്നു, ഈ കുട്ടി ഒന്നുകിലൊരു വലിയ ചക്രവർത്തിയാകും, അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഒരു മഹാജ്ഞാനിയായി മാറുമെന്ന്. ജനിച്ച് ഏകദേശം 7 ദിവസത്തിനു ശേഷം മായ മരിച്ചു. മരണശേഷം സിദ്ധാർത്ഥൻ സഹോദരി മഹാപജാപതി ഗോതമിയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. സിദ്ധാർത്ഥന്റെ ജീവിതം മാറ്റിമറിച്ചത് 4 കാഴ്ചകളാണ്. ദ 4 സൈറ്റ്സ് എന്ന് പറയും. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ മാത്രം ജീവിച്ച അദ്ദേഹം ഒരു ദിവസം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം ഒരു വയസ്സായ ആളെ കണ്ടു, പിന്നെ ഒരു രോഗിയെ, അതിനുശേഷം ഒരു മൃതദേഹം. മനുഷ്യന്റെ ദുരിതങ്ങളെക്കുറിച്ച് അദ്ദേഹം ആദ്യമായി ബോധവാനാകുന്നത് അപ്പോഴാണ്. ഒടുവിൽ ഒരു സന്യാസിയെ കണ്ടപ്പോൾ ഈ ദുരിതങ്ങൾക്കെല്ലാം അപ്പുറം ഒരു വഴിയുണ്ടെന്നുള്ളൊരു സൂചനയും അദ്ദേഹത്തിന് ലഭിച്ചു. ഈ കാഴ്ചകളുണ്ടാക്കിയ ആഘാതമാണ് സിദ്ധാർത്ഥനെ ആ വലിയ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഈ ദുരിതത്തിന്റെ കാരണമെന്താണ്? ഇതിനൊരു പരിഹാരമുണ്ടോ? ഇതറിയാനായി അദ്ദേഹം ഒരു രാത്രിയിൽ കൊട്ടാരവും ഭാര്യയെയും കുഞ്ഞിനെയും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ 29ാം വയസ്സിൽ നടന്ന ഈ ഇറങ്ങിപ്പോക്കിനെയാണ് മഹാഭിനിഷ്ക്രമണ എന്നു പറയുന്നത്, അതായത് ദ ഗ്രേറ്റ് റിനൻസിയേഷൻ. സത്യം തേടിയുള്ള അദ്ദേഹത്തിന്റെ 6 വർഷം നീണ്ട കഠിനമായ യാത്രയുടെ തുടക്കമായിരുന്നു അത്. അദ്ദേഹം സുമ്മനെ അലഞ്ഞു തിരിയുകയായിരുന്നില്ല. അന്നത്തെ പേരു കേട്ട പല ഗുരുക്കന്മാരുടെ അടുത്തും പോയി പഠിച്ചു. അലാര കലാമ, ഉദക്ക രാമപുത്ര എന്നിവരൊക്കെ അതിൽ പ്രധാനികളാണ്. പക്ഷെ അവരുടെയൊന്നും അറിവുകൾക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അതോടെ അദ്ദേഹം തെരഞ്ഞെടുത്തത് കഠിനമായ സന്യാസത്തിന്റെ വഴിയായിരുന്നു. ഭക്ഷണം ഉപേക്ഷിച്ച് ശരീരം സ്വയം പീഡിപ്പിച്ച് വർഷങ്ങളോളം തപസ്സു ചെയ്തു. പക്ഷേ പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടായി. ഇങ്ങനെ സ്വയം കഷ്ടപ്പെടുത്തിയതുകൊണ്ട് ജ്ഞാനം കിട്ടില്ല. ഈ തിരിച്ചറിവിൽ നിന്നാണ് അദ്ദേഹം ദ മിഡിൽ പാത്ത് എന്ന ആശയത്തിലെത്തുന്നത്. അതായത് അമിതമായ സുഖഭോഗങ്ങൾക്കും കഠിനമായ ആത്മപീഡനത്തിനും ഇടയിലുള്ള ഒരു മധ്യമാർഗം.
ഈ പുതിയ തിരിച്ചറിവ് അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ചത് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്, ഇന്നത്തെ ബീഹാറിലുള്ള ബോധ്ഗയ എന്ന സ്ഥലത്തേക്ക്. അവിടെ നിരഞ്ജന നദിയുടെ കരയിൽ ഒരു ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഈ ദുരിതങ്ങളുടെയെല്ലാം യഥാർത്ഥ കാരണം കണ്ടെത്താതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല. അങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോഴാണ് മാരയുടെ പരീക്ഷണം നേരിടേണ്ടി വരുന്നത്. ആരാണീ മാര? അതൊരു യഥാർത്ഥ വ്യക്തിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ തന്നെ ആഗ്രഹങ്ങളുടെയും ഭയത്തിന്റെയുമൊക്കെ ഒരു പ്രതീകമാണ്. പലതരം പ്രലോഭനങ്ങളിലൂടെയും പേടിപ്പെടുത്തുന്ന രൂപങ്ങളിലൂടെയുമൊക്കെ മാര അദ്ദേഹത്തിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിച്ചു. അതൊരു വലിയ മാനസിക പോരാട്ടമായിരുന്നു. ആ ഒരു ആന്തരിക പോരാട്ടത്തിൽ വിജയിച്ചതോടെ തന്റെ 35-ാം വയസ്സിൽ അദ്ദേഹത്തിന് നിർവാണ ലഭിച്ചു, അതായത് പരമമായ ജ്ഞാനം. അതോടുകൂടി സിദ്ധാർത്ഥ ഗൗതമൻ ബുദ്ധ ആയി മാറി, ദി എൻലൈറ്റൻഡ് വൺ, അഥവാ ജ്ഞാനോദയം ലഭിച്ചവൻ. അദ്ദേഹം ധ്യാനിച്ചിരുന്ന ആ ആൽമരം പിന്നീട് ബോധി ട്രീ എന്ന പേരിൽ പ്രശസ്തമായി. പക്ഷേ കഥ അവിടെ തീർന്നില്ല. സത്യത്തിൽ അവിടെ തുടങ്ങുകയായിരുന്നു. തനിക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് കൂടി പകർന്നുകൊടുക്കുക എന്നതായിരുന്നു അടുത്ത ദൗത്യം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഭാഷണമാണ് ധമ്മചക്ര പ്രവർത്തന എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ അർത്ഥം ടേണിംഗ് ദ വീൽ ഓഫ് ധർമ്മ എന്നാണ്. അതായത് ധർമ്മചക്രം ഉരുട്ടാൻ തുടങ്ങുന്നു. വാരണാസിക്കടുത്തുള്ള സാരനാഥിൽ വെച്ച് പണ്ട് തന്നെ ഉപേക്ഷിച്ചു പോയ 5 സന്യാസി സുഹൃത്തുക്കൾക്കാണ് അദ്ദേഹം ആദ്യമായി ഉപദേശം നൽകിയത്. ഇതിലൂടെയാണ് സംഘ, അതായത് ഭിക്ഷുക്കളുടെ സംഘം രൂപപ്പെടുന്നത്. അതിനുശേഷമുള്ള 45 വർഷം അദ്ദേഹം ചെയ്തത് ഇതാണ്. ഗംഗാ സമതലങ്ങളിലൂടെയെല്ലാം കാൽനടയായി യാത്ര ചെയ്ത് സാധാരണക്കാരോടും രാജാക്കന്മാരോടും ഒരുപോലെ തന്റെ ആശയങ്ങൾ സംസാരിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംഘ അദ്ദേഹം വളർത്തിയെടുത്തു. 80-ാം വയസ്സിൽ കുശിനഗരയിൽ വെച്ച് അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. ഇതിനെയാണ് മഹാപരിനിർവാണ എന്ന് പറയുന്നത്. പോകുന്നതിനു മുൻപ് അദ്ദേഹം പറഞ്ഞ അവസാന വാക്കുകൾ ഇതായിരുന്നു: നിർമ്മിക്കപ്പെട്ടതെല്ലാം ഒരു നാൾ നശിക്കും, അതുകൊണ്ട് ഉത്സാഹത്തോടെ പരിശ്രമിക്കുക. അപ്പോ നിങ്ങൾക്കൊരു സംശയം തോന്നാം, 2500 വർഷം മുൻപ് നടന്ന ഈ കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായി നമുക്കെങ്ങനെ അറിയാം? എന്താണ് ഇതിന്റെയൊക്കെ തെളിവ്? നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ ഉറവിടങ്ങൾ പ്രധാനമായും 3 ഒന്ന്, ട്രിപിതാക പോലുള്ള മതഗ്രന്ഥങ്ങൾ, അതായത് കനോണിക്കൽ ടെക്സ്റ്റ്സ്. പിന്നെ ബുദ്ധചരിത, ജാതക സ്റ്റോറീസ് പോലുള്ള ജീവചരിത്ര ഗ്രന്ഥങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്നാമത്തേത്, അശോക ചക്രവർത്തി ലുംബിനിയിലൊക്കെ സ്ഥാപിച്ച സ്തംഭങ്ങൾ പോലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ്. പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ബുദ്ധന്റെ ജീവിതത്തിലെ 4 പ്രധാന സ്ഥലങ്ങൾ ഓർത്തുവെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. LBSK. L ഫോർ ലുംബിനി, ജനിച്ച സ്ഥലം. B ഫോർ ബോധ്ഗയ, ജ്ഞാനോദയം കിട്ടിയ സ്ഥലം. S ഫോർ സാർനാഥ്, ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലം. പിന്നെ K ഫോർ കുശിനഗർ, അദ്ദേഹം മരിച്ച സ്ഥലം. LBSK. പോകുന്നതിനു മുൻപ് നമുക്കൊരു കാര്യം ആലോചിക്കാം. 2500 കൊല്ലം മുൻപ് ഒരു ചെറിയ രാജ്യത്തെ രാജകുമാരൻ ആ 4 കാഴ്ചകൾ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ ചരിത്രം തന്നെ ഒരുപക്ഷേ മറ്റൊന്നാകുമായിരുന്നില്ലേ? ഒരു വ്യക്തി സത്യം തേടിയിറങ്ങിയ യാത്ര പിന്നീട് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിച്ചതിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേട്ടത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യന്റെ അവസ്ഥയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന, കാലത്തെ അതിജീവിച്ച ഒരു ഫ്രെയിംവർക്കിനെക്കുറിച്ചാണ്. നമുക്ക് നേരെ ബുദ്ധദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തത്വങ്ങളിലേക്ക് കടക്കാം, അല്ലേ? അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങിയാലോ? ജീവിതത്തിലെ ഈ അസംതൃപ്തികൾക്കെല്ലാമുള്ള ഉത്തരം ഒരുപക്ഷെ 2500 വർഷം പഴക്കമുള്ള ഒരു കുറിപ്പിടിയിലാണെങ്കിലോ? ഒന്നാലോചിച്ചു നോക്കൂ. ബുദ്ധന്റെ തത്വങ്ങളെ നമുക്കൊരു ഡോക്ടറുടെ കുറിപ്പിടിയായിട്ട് കണ്ടാലോ? അതായത് ആദ്യം രോഗം എന്താണെന്ന് കണ്ടെത്തുന്നു, പിന്നെ അതിനുള്ള ചികിത്സ നിർദ്ദേശിക്കുന്നു. അപ്പോ ഈ പഴയ കുറിപ്പിടിയിൽ നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് വല്ല പരിഹാരവുമുണ്ടോ? വാ, നമുക്കൊന്ന് പരിശോധിക്കാം. ശരി, ഇതാണ് ബുദ്ധദർശനം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആ അടിസ്ഥാന പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇതാണ് രോഗലക്ഷണം. ജീവിതം ദുരിതങ്ങളും അസന്തുഷ്ടിയും നിറഞ്ഞതാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത്. ഈ ആശയത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ദുഃഖം എന്നൊരു വാക്കാണ്.
ഇത് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെയുള്ള വെറും ശാരീരിക വേദനയോ സങ്കടമോ മാത്രമല്ല കേട്ടോ. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു അസംതൃപ്തി, ടെൻഷൻ, വേദന ഇതെല്ലാം അതിൽ വരും. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഈ ലോകത്തെല്ലാം മാറി മറിയുന്നതുകൊണ്ട് നമ്മൾ സന്തോഷമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ ദുഃഖത്തിന് കാരണമാകും. അത്രയ്ക്ക് ആഴത്തിലുള്ള വിശാലമായൊരർത്ഥമാണ് ഈ വാക്കിനുള്ളത്. ഓക്കേ, അപ്പോ ഇനി നമുക്ക് ബുദ്ധന്റെ ആ പ്രധാനപ്പെട്ട രോഗനിർണയത്തിലേക്ക് കടക്കാം. അതാണ് 4 ആര്യസത്യങ്ങൾ. ഇത് മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ഘടനാപരമായൊരു വിശകലനമാണ്. ഇതങ്ങനെ വെറുതെ പറയുന്ന ഒരു തത്വമല്ല, പകരം 4 സ്റ്റെപ്പുകളുള്ള ഒരു ക്ലിയർ ഡയഗ്നോസിസ് ആണ്. കണ്ടോ, ആദ്യം പ്രശ്നം പറയുന്നു, പിന്നെ പ്രശ്നത്തിന്റെ കാരണം, അത് കഴിഞ്ഞ് അതിനൊരു പരിഹാരമുണ്ട് എന്ന് പറയുന്നു, അവസാനം ആ പരിഹാരത്തിലേക്കുള്ള വഴിയും കൃത്യമായി പറഞ്ഞു തരുന്നു. അപ്പോ ആദ്യത്തെ സത്യം, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യത്തെ നമ്മളങ്ങ് അംഗീകരിക്കലാണ്. എന്താണത്? ജീവിതത്തിൽ ദുഃഖമുണ്ട്, അസംതൃപ്തിയുണ്ട്. ജനനം, വയസ്സാകുന്നത്, അസുഖം വരുന്നത്, മരണം, ഇതൊക്കെ പോട്ടെ, നമുക്കിഷ്ടമുള്ളത് കിട്ടാതെ വരുമ്പോ, ഇഷ്ടമില്ലാത്തത് ചെയ്യേണ്ടി വരുമ്പോ, ഇതെല്ലാം ദുഃഖമാണ്. ഇതാണ് ഒന്നാമത്തെ സത്യം. ശരി, ദുഃഖമുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചു. പക്ഷേ എന്താണിതിന് കാരണം? അതാണ് രണ്ടാമത്തെ സത്യം. ബുദ്ധൻ പറയുന്നു, ഇതിന്റെ എല്ലാ മൂലകാരണം തൃഷ്ണയാണ്. തൃഷ്ണ എന്ന് പറഞ്ഞാൽ അടങ്ങാത്ത ആഗ്രഹം, ആ ഒരു ദാഹം, ഇനിയും വേണം, അത് വേണം, ഇത് വേണം എന്നുള്ള നമ്മുടെ ഒരു തീരാത്ത മോഹമില്ലേ, അതുതന്നെയാണ് എല്ലാ ദുരിതങ്ങൾക്കും പിന്നിൽ. അപ്പൊ രോഗകാരണം നമ്മൾ കണ്ടെത്തി. കാരണം കണ്ടെത്തിയ പിന്നെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അല്ലേ? അതുതന്നെയാണ് മൂന്നാമത്തെ സത്യം. അതായത് ഈ തൃഷ്ണയെ, ഈ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ ദുഃഖത്തെയും ഇല്ലാതാക്കാം. ഈ ഒരു അവസ്ഥയ്ക്കാണ് നിർവ്വാണം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങളുടെ ആ തീ അണയുന്ന കിട്ടുന്ന ഒരു കംപ്ലീറ്റ് ശാന്തതയുടെ അവസ്ഥ. അപ്പോ അടുത്ത ചോദ്യം വരും, എങ്ങനെ ഈ ദുഃഖം അവസാനിപ്പിക്കും? അതിനുള്ള ആ പ്രിസ്ക്രിപ്ഷൻ, ആ കുറിപ്പടിയാണ് 4ാമത്തെ സത്യം. അതാണ് അഷ്ടാംഗമാർഗം, അതായത് 8 ഭാഗങ്ങളുള്ള ഒരു വഴി. ശരി, ഇനി നമുക്ക് ആ കുറിപ്പടി ഒന്ന് വിശദമായി നോക്കാം. അഷ്ടാംഗമാർഗം ദുഃഖമില്ലാതാക്കാനുള്ള വളരെ പ്രാക്ടിക്കലായ 8 വഴികളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ 8 വഴികളെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 3 ഗ്രൂപ്പുകളായി തിരിക്കാം. 1 പ്രജ്ഞ, അതായത് അറിവ്. 2 ശീലം എന്നുവച്ചാൽ നമ്മുടെ സദാചാരപരമായ പെരുമാറ്റം. 3 സമാധി, അതായത് മനസ്സിനുള്ള പരിശീലനം. ഈ 3ഉം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടാണിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ വിഭാഗത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രജ്ഞ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ബാക്കിയുള്ള എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ പോലെ. പ്രജ്ഞയിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ശരിയായ വീക്ഷണം, എന്നുവെച്ചാൽ ആ 4 ആര്യസത്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തേത് ശരിയായ ചിന്ത, അതായത് നമ്മുടെ ഉള്ളിലെ ഉദ്ദേശങ്ങൾ നല്ലതായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മറ്റൊരാൾക്ക് നല്ലത് വരുമ്പോൾ അസൂയപ്പെടുന്നതിനു പകരം അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ശ്രമിക്കുന്നത്. ദേഷ്യവും വെറുപ്പുമെല്ലാം ഒഴിവാക്കി സ്നേഹത്തോടെയും കരുണയോടെയും ചിന്തിക്കുക. അത്രയുള്ളൂ. അപ്പോ അറിവിൽ നിന്ന് നമ്മൾ നേരെ പ്രവൃത്തിയിലേക്ക് വരികയാണ്. ഇതാണ് ശീലം. ഇവിടെയാണ് ശരിക്കും ഈ തത്വങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫുമായി കണക്ട് ആകുന്നത്. നമ്മുടെ പെരുമാറ്റം എങ്ങനെ ധാർമ്മികമാക്കാം എന്നതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ 3 കാര്യങ്ങളുണ്ട്. 1 ശരിയായ വാക്ക്, അതായത് നുണ പറയാതെ, മറ്റുള്ളവരെപ്പറ്റി കുറ്റം പറയാതെ, സത്യസന്ധവും ദയയുള്ള കാര്യങ്ങൾ സംസാരിക്കുക. 2 ശരിയായ പ്രവൃത്തി, മറ്റുള്ള ജീവികളെ ദ്രോഹിക്കാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. 3ാമത്തേത് ശരിയായ ഉപജീവനമാർഗം, നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ജോലി മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന ഒന്നാകരുത്. ഇതെല്ലാമാണ് ശീലമെന്ന വിഭാഗത്തിൽ വരുന്നത്. ശരി, ഇനി നമുക്ക് അവസാനത്തെ ഭാഗത്തേക്ക് വരാം, സമാധി. ഇത് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നതിനെക്കുറിച്ചാണ്, ഒരു തരം മെന്റൽ ഡിസിപ്ലിൻ. ഇവിടെയും 3 കാര്യങ്ങളുണ്ട്. 1 ശരിയായ പ്രയത്നം, അതായത് നല്ല ചിന്തകൾ കൊണ്ടുവരാനും മോശം ചിന്തകളെ ഒഴിവാക്കാനും നമ്മൾ ബോധപൂർവം ഒന്ന് ശ്രമിക്കണം. 2ാമത്തേത് ശരിയായ ശ്രദ്ധ. ഇതിനെയാണ് നമ്മളെന്ന് മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്നത്. ഓരോ നിമിഷത്തിലും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും ചിന്തിക്കുന്നതെന്നും ഒരു സാക്ഷിയെപ്പോലെ ശ്രദ്ധിക്കുക. സിമ്പിളായി പറഞ്ഞാൽ, ചായ കുടിക്കുമ്പോൾ ആ ചായയിൽ മാത്രം ശ്രദ്ധിക്കുക. 3ാമത്തേത് ശരിയായ ഏകാഗ്രത, മനസ്സിനെ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് പോകുന്നത്.
അപ്പോ ഈ അഷ്ടാംഗമാർഗത്തെ മുഴുവനായി നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഐഡിയയുണ്ട്. അതാണ് മധ്യമമാർഗം അഥവാ ദ മിഡിൽ പാത്ത്. ഇതൊരു സിമ്പിൾ ആശയമാണ്. ജീവിതത്തിൽ രണ്ടറ്റങ്ങളുണ്ട്. ഒന്ന് എന്തും വാരി വലിച്ച് ആസ്വദിച്ച് ആഡംബരത്തിൽ ജീവിക്കുന്നത്. മറ്റേ അറ്റം ശരീരത്തെ ഒരുപാട് കഷ്ടപ്പെടുത്തി കഠിനമായ തപസ് ചെയ്യുന്നത്. ബുദ്ധൻ പറയുന്നത് ഈ രണ്ട് എക്സ്ട്രീമുകളും ഒഴിവാക്കി എല്ലാത്തിലും ഒരു ബാലൻസ്, ഒരു മിതത്വം കണ്ടെത്തണം എന്നാണ്. അതാണ് മധ്യമമാർഗം. അപ്പൊ നമ്മള് ഈ വഴിയിലൂടെയെല്ലാം പോയാൽ അവസാനം എവിടെ എത്തും? അതിന്റെ ഉത്തരമാണ് നിർവാണം. നിർവാണം എന്ന് പറയുന്നത് ഒരു സ്ഥലമൊന്നല്ലട്ടോ, അതൊരു മാനസികാവസ്ഥയാണ്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം, ദേഷ്യം, അത്യാഗ്രഹം, ഈ തീയെല്ലാം അണയുമ്പോൾ കിട്ടുന്നൊരു പരമമായ ശാന്തി, ഒരു വിമോചനം. അതാണ് നിർവാണം. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ടേബിളിലൊന്ന് നോക്കിയാൽ ക്ലിയർ ആവും. കണ്ടില്ലേ? ഒരു വശത്ത് രോഗനിർണയം, അതാണ് 4 ആര്യസത്യങ്ങൾ. മറുവശത്ത് അതിനുള്ള ചികിത്സ, അതാണ് അഷ്ടാംഗമാർഗം. ദുഃഖമുണ്ട്, അതിന് കാരണമുണ്ട്, അത് തീർക്കാൻ പറ്റും, അതിനുള്ള വഴി ഇതാണ്. എന്ത് സിസ്റ്റമാറ്റിക്കായിട്ടാണത് അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കിക്കേ. ഇതൊരു അടിപൊളി ഉപമയാണല്ലേ? ബുദ്ധന്റെ പഠിപ്പിക്കലുകൾ ഒരു ചങ്ങാടം പോലെയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളാകുന്ന പുഴ കടക്കാൻ അതൊരു ടൂളാണ്. പക്ഷേ മറുകര എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ചങ്ങാടം ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ ഇതൊരു പ്രായോഗിക വഴികാട്ടിയാണ്, അല്ലാതെ അന്ധമായി പിന്തുടരേണ്ട ഒന്നല്ല എന്നർത്ഥം. അപ്പോ നമുക്ക് ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. ഈ പഠിപ്പിക്കലുകളെ ഒരു മതം എന്ന രീതിയിൽ കാണാതെ നമ്മുടെ മനസ്സിനെ ഒന്ന് ട്യൂൺ ചെയ്യാനുള്ളൊരു പ്രാക്ടിക്കൽ ഗൈഡായിട്ട് കണ്ടാലോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലെ ടെൻഷനും വെല്ലുവിളികളും നേരിടാൻ ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ആകും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എന്തിനാണിങ്ങനെ വേദനിക്കുന്നത്? ഒരുപക്ഷേ മനുഷ്യൻ എക്കാലത്തും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്, അല്ലേ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ലോകത്തെ തന്നെ മാറ്റിമറിച്ചൊരു വലിയ തത്വചിന്ത തുടങ്ങുന്നത്. അതെ, മനുഷ്യന്റെ ഈ സഹനങ്ങളുടെ കാരണം തേടിയുള്ള ഒരു യാത്രയായിരുന്നു അത്. അപ്പോൾ ബുദ്ധമതത്തിന്റെ ആ കാതലായ ആശയങ്ങളിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം. അതെ, ഈയൊരു വലിയ ചോദ്യം തന്നെയാണ് ബുദ്ധന്റെ യാത്രയ്ക്ക് തീ കൊളുത്തിയത്. മനുഷ്യൻ എന്തിനു വേദനിക്കുന്നു? എവിടെ നിന്നാണ് ഈ വേദന വരുന്നത്? ഇതിനൊരുത്തരം കണ്ടെത്തണമായിരുന്നു അദ്ദേഹത്തിന്. ആ യാത്രയുടെ വഴികളിലൂടെയാണ് നമ്മൾ ഇന്നിവിടെ സഞ്ചരിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ദുരിതത്തിന്റെ കാരണം തേടിപ്പോയ ബുദ്ധൻ ഒടുവിൽ ഒരു വലിയ സത്യം കണ്ടെത്തി. എന്താണെന്നറിയോ? പ്രശ്നം പുറത്തുള്ള ലോകത്തല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. നമുക്ക് തീരാത്ത ആഗ്രഹങ്ങളും മോഹങ്ങളുമുണ്ട്, അല്ലേ? എത്ര കിട്ടിയാലും മതിവരാത്ത ഒരു ദാഹം. ഈ ദാഹത്തെയാണ് അദ്ദേഹം തൻഹ എന്ന് വിളിച്ചത്. അപ്പോ ബുദ്ധന്റെ ഈ തത്വചിന്തയെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു രീതിയിൽ നോക്കിയാലോ? ഒരു ഡോക്ടറുടെ സമീപനം പോലെ. ആദ്യം രോഗലക്ഷണം എന്താണെന്ന് നോക്കും, പിന്നെ രോഗം നിർണയിക്കും, അവസാനം ചികിത്സയും നിർദ്ദേശിക്കും. ഈ ഒരു ക്രമത്തിൽ നമുക്ക് മുന്നോട്ടു പോകാം. ശരി, അപ്പോ ആദ്യത്തെ ഘട്ടം എന്താണ് രോഗലക്ഷണം? ബുദ്ധമതം ഏറ്റവും അടിസ്ഥാനപരമായി കൈകാര്യം ചെയ്യുന്ന പ്രശ്നം ദുഃഖമാണ്. ദുഃഖമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ കരുതുന്ന സങ്കടം മാത്രമല്ല കേട്ടോ അത്. തീർച്ചയായും വലിയ നഷ്ടങ്ങളുണ്ടാകുമ്പോഴുള്ള വേദന ദുഃഖമാണ്. പക്ഷെ അതുമാത്രമല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണം കഴിച്ചു തീരുമ്പോൾ തോന്നുന്ന ചെറിയൊരു നിരാശയില്ലേ, അതും ദുഃഖമാണ്. അതായത് ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ലാത്തതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു തരം അടിസ്ഥാനപരമായ അതൃപ്തിയുണ്ട്. അതാണ് ബുദ്ധൻ പറഞ്ഞ ദുഃഖം. ഓക്കെ, അപ്പോ രോഗലക്ഷണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് ഇതിന്റെ കാരണം? അതായത് രോഗനിർണയം. ബുദ്ധൻ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടും. നമ്മുടെ ഈ ദുരിതങ്ങൾക്കെല്ലാം കാരണം നമ്മൾ യാഥാർത്ഥ്യത്തെ തെറ്റായി മനസ്സിലാക്കുന്നതുകൊണ്ടാണത്രേ. അതെ, ഈ രോഗനിർണയത്തിന് 2 അടിസ്ഥാനങ്ങളുണ്ട്. യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വിപ്ലവകരമായ 2 കണ്ടെത്തലുകൾ. അതാണ് അനിത്യയും അനാത്മയും. അപ്പോ ആദ്യത്തെ കണ്ടെത്തൽ ഇതാണ്: അനിത്യ. അതായത് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, ഈ ലോകത്തൊന്നും സ്ഥിരമായി നിലനിൽക്കുന്നില്ല. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നമ്മുടെ ശരീരം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ബന്ധങ്ങൾ, ഈ പ്രകൃതി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ? പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഈ മാറ്റത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. അവിടെയാണ് ദുരിതം തുടങ്ങുന്നത്. ഇനി വരുന്നത് ബുദ്ധമതത്തിലെ ഒരു പക്ഷേ ഏറ്റവും വിപ്ലവകരമായ ആശയമാണ് അനാത്മ. എന്താണിത്? സ്ഥിരമായി മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു ഞാനില്ലാന്ന്. നമ്മൾ ഞാൻ, എന്റേത് എന്നൊക്കെ പറയുന്ന ഈ ആത്മാവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒരു ഒഴുക്ക് മാത്രം. ശാശ്വതമായ ഒരു ആത്മാവെന്നത് ഒരു മിഥ്യയാണെന്ന് ബുദ്ധൻ പറഞ്ഞു. അപ്പൊ നോക്കൂ, ഇതെല്ലാം തമ്മിലൊരു ബന്ധമുണ്ട്. ദുഃഖം,
അനിത്യ, അനാത്മ. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അനിത്യ. നമ്മൾ സ്ഥിരമായ സന്തോഷം തേടുമ്പോൾ ദുഃഖം വരുന്നു. സ്ഥിരമായൊരു ഞാൻ പോലും ഇല്ല എന്നറിയുമ്പോൾ ആ ദുഃഖം കൂടുന്നു. ഇതിനെ മൂന്നിനെയുമാണ് അസ്തിത്വത്തിന്റെ 3 അടയാളങ്ങൾ എന്ന് പറയുന്നത്. ഈ അനാത്മ എന്ന ആശയം കേൾക്കുമ്പോൾ നമുക്കിന്ന് തോന്നുന്നതിനേക്കാൾ വലിയൊരു ഞെട്ടലായിരുന്നു അക്കാലത്ത് അതുണ്ടാക്കിയത്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവണമെങ്കിൽ ബുദ്ധൻ വരുന്നതിനു മുൻപ് അവിടെ നിലനിന്നിരുന്ന ചിന്തകൾ എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് നോക്കണം. അക്കാലത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും ഉപനിഷത്തുകളിൽ പ്രധാനമായി ഉണ്ടായിരുന്ന ആശയം ആത്മൻ എന്നായിരുന്നു. അതായത് ഓരോ ജീവിയുടെ ഉള്ളിലും മരണമില്ലാത്ത, മാറ്റമില്ലാത്ത ശാശ്വതമായ ഒരു ആത്മാവുണ്ട്. ശരീരം നശിച്ചാലും ഈ ആത്മാവ് നിലനിൽക്കും എന്നായിരുന്നു വിശ്വാസം. ഈ പ്രാർത്ഥന നോക്കൂ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് അമർത്യതയിലേക്ക് നയിക്കണേ എന്ന്. ഇവിടെ അമർത്യമായ, ശാശ്വതമായ ഒന്നിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നമുക്ക് കാണാം. ഇങ്ങനെയുള്ളൊരു ചിന്താലോകത്തേക്കാണ് ബുദ്ധൻ വന്നിട്ട് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നത്. അതായിരുന്നു ആ വിപ്ലവം. അപ്പോ ഈ വ്യത്യാസം വളരെ വ്യക്തമാണ്, അല്ലേ? ഒരു ഭാഗത്ത് ഉപനിഷത്തുകൾ പറയുന്നു നമ്മൾക്ക് സ്ഥിരമായ ഒരു ആത്മാവുണ്ട്, അതിനെ കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന്. മറുഭാഗത്ത് ബുദ്ധൻ പറയുന്നു അങ്ങനെയൊരു സ്ഥിരമായ ആത്മാവ് എന്നത് ഒരു മിഥ്യയാണ്, ആ ചിന്തയാണ് നമ്മുടെ ദുരിതങ്ങൾക്ക് കാരണമെന്ന്. രണ്ടും 2 ധ്രുവങ്ങളിലാണ്. ശരി, അപ്പൊ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. ആത്മാവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പുനർജന്മം സംഭവിക്കുന്നത്? മരണശേഷം ഒരു ജീവിതത്തിൽ നിന്ന് അടുത്ത ജീവിതത്തിലേക്ക് എന്താണ് കൊണ്ടുപോകുന്നത്? അതെ, ബുദ്ധമതത്തിലും പുനർജന്മമുണ്ട്. പക്ഷേ അത് ആത്മാവിന്റെ യാത്രയല്ല, മറിച്ച് കർമ്മം നയിക്കുന്നൊരു പ്രക്രിയയാണ്. ഇതിന് പറയുന്ന ഏറ്റവും നല്ല ഉദാഹരണം ഒരു മെഴുകുതിരിയുടേതാണ്. കത്തിത്തീരാറായ ഒരു മെഴുകുതിരിയിൽ നിന്ന് നമ്മൾ പുതിയൊരു തിരി കത്തിക്കുന്നു. ആദ്യത്തെ മെഴുകുതിരി അണഞ്ഞുപോയി, പക്ഷെ അതിലെ തീനാളം അടുത്തതിലേക്ക് പകർന്നു, അല്ലേ? അതുപോലെയാണ് ഇവിടെയാണ് ബുദ്ധമതത്തിലെ കർമ്മം എന്ന ആശയം വരുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാന കാര്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം നമ്മൾ എന്ത് ഉദ്ദേശത്തോടെ അത് ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ ഉദ്ദേശശുദ്ധിയാണ് പ്രധാനം. ഈ ഉദ്ദേശങ്ങളാണ് ഒരു ഊർജമായി നമ്മുടെ അടുത്ത ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. അപ്പോ ഈ ചക്രം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഉദ്ദേശം ഒരു പ്രവൃത്തിക്ക് കാരണമാകുന്നു. ആ പ്രവൃത്തിയുടെ ഫലം, അതായത് കർമ്മം, ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ഒടുവിൽ ഈ കർമ്മത്തിന്റെ ആകെ തുക അടുത്ത ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നു. കണ്ടില്ലേ, ഇതിന് ഒരു ആത്മാവിന്റെ ആവശ്യമില്ല, ഇതൊരു തുടർ പ്രക്രിയയാണ്. ഓക്കെ, അപ്പൊ രോഗലക്ഷണം കണ്ടു, കാരണം കണ്ടെത്തി. ഇനി ചികിത്സ എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ദുരിതത്തിൽ നിന്നുള്ള മോചനം? അതാണ് നിർവ്വാണം. നിർവ്വാണം എന്ന് കേൾക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് സ്വയം ഇല്ലാതായിത്തീരുന്ന ഒരു ശൂന്യതയാണെന്ന്. അങ്ങനെയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ആളിക്കത്തുന്ന ആഗ്രഹങ്ങളുടെയും ദാഹത്തിന്റെയും ആ തൻഹായുടെ തീ അണഞ്ഞുപോയ ഒരവസ്ഥയെയാണ് നിർവ്വാണം എന്ന് പറയുന്നത്. അതെ, നിർവ്വാണം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒന്നിനോടും പറ്റിപ്പിടിക്കാത്ത ഒരവസ്ഥയാണ്. ആഗ്രഹം, അത്യാഗ്രഹം, ദേഷ്യം, അജ്ഞത ഇതെല്ലാം ഇല്ലാതാവുന്ന അവസ്ഥ. ഇതൊരു ശൂന്യതയല്ല, മറിച്ച് ശാശ്വതമായ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരവസ്ഥയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് മരണശേഷം കിട്ടുന്ന ഒന്നല്ല, ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് നേടാൻ കഴിയുന്ന ഒന്നാണ്. നിർവ്വാണം നേടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ദുരിതം നിറഞ്ഞ ജനന മരണ ചക്രം അവിടെ അവസാനിക്കും. നേരത്തെ പറഞ്ഞ മെഴുകുതിരിയുടെ നാളം പോലെ അത് മറ്റൊന്നിലേക്ക് പകരാതെ പൂർണ്ണമായി അണഞ്ഞുപോകും. പിന്നെ പുനർജന്മമില്ല. അതാണ് സമ്പൂർണമായ മോചനം. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ ഡോക്ടറുടെ രോഗനിർണയം ഇവിടെ പൂർത്തിയാവുകയാണ്. നോക്കൂ, ദുരിതമെന്ന രോഗലക്ഷണത്തിൽ നമ്മൾ തുടങ്ങി, അതിന്റെ കാരണം അനിത്യയും അനാത്മയുമാണെന്ന് കണ്ടെത്തി, കർമ്മവും പുനർജന്മവുമാണ് ഈ ചക്രം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കി, ഒടുവിൽ നിർവ്വാണം എന്ന ചികിത്സയും നമ്മൾ കണ്ടു. ഒന്നിനു പുറകെ ഒന്നായി എത്ര കൃത്യമായാണ് ഇത് പറഞ്ഞു വച്ചിരിക്കുന്നതല്ലേ? പക്ഷെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. നമ്മുടെ ഞാൻ എന്നത് ഒരു മിഥ്യയാണെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങളാണ് പ്രശ്നമെങ്കിൽ, പിന്നെ എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ആരാണ് സ്വതന്ത്രനാകുന്നത്? ഇതൊരു ചെറിയ ചോദ്യമല്ല. അടുത്ത തവണ കാണുന്നതുവരെ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. നമസ്കാരം. ഒന്നാലോചിച്ചു നോക്കൂ, ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരാളുടെ വാക്കുകൾ. നൂറ്റാണ്ടുകൾക്കിപ്പുറവും എങ്ങനെയാണൊരു മാറ്റവുമില്ലാതെ നമ്മളിലേക്കെത്തിയത്? ഇന്നു നമ്മൾ ആ ഒരു യാത്രയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ബുദ്ധന്റെ മഹാപരിനിർവാണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ നേരിട്ട ഏറ്റവും വലിയ ചോദ്യം, ഏറ്റവും വലിയ വെല്ലുവിളി ഇതുതന്നെയായിരുന്നു. അതായത് ഒന്നും എഴുതി വെച്ചിട്ടില്ല,
എല്ലാം ഭിക്ഷുക്കളുടെ ഓർമ്മയിൽ മാത്രം. അപ്പോൾ അടുത്ത തലമുറയിലേക്ക് ഈ അറിവ് കൈമാറിയില്ലെങ്കിൽ എന്താവും? എല്ലാം നഷ്ടപ്പെടും. ബുദ്ധന്റെ ഉപദേശങ്ങൾ അഥവാ ധർമ്മം അതേ രൂപത്തിൽ എങ്ങനെ സംരക്ഷിക്കും? ഇതായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്ന ആ വലിയ പ്രതിസന്ധി. ഓക്കേ, അപ്പൊ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം. ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ അടിത്തറ പാകിയ ആ സംഗീതികളുടെ നാൾവഴികളിലേക്ക്. അതായത് ഏകദേശം 500 വർഷത്തോളം നീണ്ടുനിന്ന ഒരു യാത്രയായിരുന്നു അത്. 4 പ്രധാനപ്പെട്ട സംഗീതികൾ, അല്ലെങ്കിൽ നമുക്ക് സമ്മേളനങ്ങളെന്ന് പറയാം. ഓരോന്നും ഓരോ നിർണായക ചുവടുവെപ്പായിരുന്നു. സംശയങ്ങൾ തീർക്കാനും തർക്കങ്ങൾ പരിഹരിക്കാനും ആ മഹത്തായ വാക്കുകൾ ക്രോഡീകരിക്കാനുമുള്ള ഓരോ ശ്രമം. അപ്പോ നമുക്ക് ആദ്യം ഒന്നാമത്തെ സംഗീതിയിലേക്ക് പോകാം. ബുദ്ധന്റെ മരണത്തിന് തൊട്ടുപിന്നാലെ നടന്ന ആ ആദ്യത്തെ വലിയ ശ്രമത്തിലേക്ക്. അപ്പൊ ബുദ്ധന്റെ മരണത്തിനു ശേഷം അധികം വൈകിയില്ല, മാസങ്ങൾക്കുള്ളിൽ തന്നെ മഗധ ഭരിച്ചിരുന്ന അജാതശത്രു രാജാവിന്റെ പിന്തുണയോടെ രാജഗൃഹത്തിൽ വെച്ച് ആദ്യത്തെ സംഗീതി നടന്നു. അതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ചിതറിപ്പോകാൻ സാധ്യതയുള്ള ബുദ്ധവചനങ്ങളെല്ലാം ഒരുമിച്ചു കൂട്ടുക. ഇവിടെയാണ് നമ്മൾ വാമൊഴി പാരമ്പര്യത്തിന്റെ ഒരു അവിശ്വസനീയമായ ശക്തി കാണുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. സന്യാസിമാർക്കുള്ള നിയമങ്ങളടങ്ങിയ വിനയപിടകം ഉപാലി എന്ന ഭിക്ഷുവും ബുദ്ധന്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരമായ സുത്തപിടകം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന ആനന്ദനും. ഇവർ രണ്ടുപേരും ഇത് മുഴുവൻ ചൊല്ലിക്കൊടുത്തത് അവരുടെ ഓർമ്മയിൽ നിന്നാണ്. ശരി, ഇനിയൊരു നൂറ്റാണ്ട് മുന്നോട്ടു പോകാം. അപ്പോഴേക്കും സന്യാസിമാർക്കിടയിൽ ചില ആചാരങ്ങളെ ചൊല്ലി തർക്കങ്ങൾ തുടങ്ങി. ഇത് കുറച്ചുകൂടി വിവാദപരമായ രണ്ടാമത്തെ സംഗീതിക്ക് വഴിവെച്ചു. അപ്പോ ഈ രണ്ടാമത്തെ സംഗീതിയുടെ പ്രധാന ലക്ഷ്യമെന്തായിരുന്നു? സംഘത്തിനുള്ളിൽ, അതായത് ഭിക്ഷുക്കളുടെ സമൂഹത്തിനുള്ളിൽ ഉയർന്നുവന്ന 10ഓളം തർക്കവിഷയങ്ങൾ പരിഹരിക്കുക. അതായത് ഭിക്ഷുക്കൾക്ക് പണം കൈവശം വെക്കാമോ, ഉച്ചകഴിഞ്ഞ് ഭക്ഷണം കഴിക്കാമോ, ഇതുപോലുള്ള വളരെ പ്രായോഗികമായ കാര്യങ്ങളിലായിരുന്നു തർക്കം. പക്ഷേ ഈ തർക്കങ്ങൾക്കൊന്നും ഒരു പരിഹാരം കാണാൻ ആ സംഗീതിക്ക് കഴിഞ്ഞില്ല. അതിന്റെ ഫലമോ ബുദ്ധമതത്തിലെ ആദ്യത്തെ വലിയ പിളർപ്പ്. ഇവിടെ നിന്നാണ് പിന്നീട് തേരവാദ, മഹായാന പാരമ്പര്യങ്ങളായി വളർന്ന 2 പ്രധാനപ്പെട്ട ചിന്താധാരകൾ ഉടലെടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൗര്യ സാമ്രാജ്യത്തിലേക്ക് പോകാം. ഇവിടെയാണ് ഒരു രാജാവിന്റെ ഇടപെടൽ ബുദ്ധമതത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അശോക ചക്രവർത്തി. കലിംഗയുദ്ധത്തിന് ശേഷമാണല്ലോ അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് വരുന്നത്. അപ്പോ അദ്ദേഹം നോക്കുമ്പോൾ സംഘത്തിനുള്ളിലെ പല പ്രശ്നങ്ങളുണ്ട്, പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതിനെയെല്ലാം ഒന്ന് ശുദ്ധീകരിച്ച് സംഘത്തിന്റെ കെട്ടുറപ്പ് സംരക്ഷിക്കാനാണ് അദ്ദേഹം ഈ 3ാം സംഗീതി വിളിച്ചുകൂട്ടിയത്. ഈ സംഗീതിയുടെ ഫലം ശരിക്കും നിർണായകമായിരുന്നു. ഒന്നാമതായി അഭിധമ്മപിടകം എന്ന 3ാമത്തെ ഭാഗം കൂടി ചേർത്തുകൊണ്ട് ത്രിപിടകത്തിന് ഒരു പൂർണ്ണരൂപം നൽകിയത് ഇവിടെ വെച്ചാണ്. പക്ഷെ അതിലും വലിയൊരു കാര്യം സംഭവിച്ചു. അശോക ചക്രവർത്തി ശ്രീലങ്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്കും ബുദ്ധമത പ്രചാരകരെ അയച്ചു. ഇവിടെ നിന്നാണ് ബുദ്ധമതം ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു ലോകമതമായി വളരാൻ തുടങ്ങുന്നത്. ഇനി നമ്മൾ എത്തുന്നത് അവസാനത്തെ, അതായത് 4ാമത്തെ സംഗീതിയിലേക്കാണ്. ഇത്തവണ നമ്മൾ പോകുന്നത് കുഷാന സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള കശ്മീരിലേക്കാണ്. ഇവിടെ ഒരു പുതിയ ചിന്താധാരയ്ക്ക് ഔദ്യോഗികമായി അംഗീകാരം കിട്ടാൻ പോവാണ്. ഇവിടെയും ഒരു രാജാവിന്റെ പിന്തുണയുണ്ടായിരുന്നു. കുഷാന ചക്രവർത്തിയായ കനിഷ്കന്റെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കശ്മീരിൽ വെച്ച് നടന്ന ഈ സംഗീതിയുടെ പ്രധാന ലക്ഷ്യം നിലവിലുള്ള തർക്കങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ട് പ്രമാണഗ്രന്ഥങ്ങൾക്ക് ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു. അപ്പോ ഈ 4ാം സംഗീതിയുടെ ഏറ്റവും വലിയ ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ, മഹായാന ബുദ്ധമതം ഒരു പ്രത്യേക ശാഖയായി ഔദ്യോഗികമായി രൂപം കൊണ്ടത് ഇവിടെ വെച്ചാണ്. ബുദ്ധമതത്തിലെ 2 പ്രധാന ധാരകളായ മഹായാനവും ഹീനയാനവും തമ്മിലുള്ള വേർതിരിവ് വളരെ വ്യക്തമായത് ഈ സംഗീതിക്ക് ശേഷമാണ്. അപ്പൊ നോക്കൂ, ഏകദേശം 500 വർഷത്തെ ചർച്ചകളും സംവാദങ്ങളും അതിനുശേഷമാണ് ബുദ്ധമതത്തിന്റെ ആധികാരിക ഗ്രന്ഥമായ ത്രിപിടകം രൂപപ്പെടുന്നത്. 3 കുട്ടകൾ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പോ എന്താണ് ഈ 3 കുട്ടകൾക്കുള്ളിലുള്ളതെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഈ പേര് വരാൻ ഒരു കാരണമുണ്ട്. പണ്ടുകാലത്ത് പനയോലകളിലായിരുന്നല്ലോ കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഈ ഉപദേശങ്ങളെല്ലാം എഴുതിയ ഓലകൾ വെവ്വേറെ കുട്ടകളിലാണ് സൂക്ഷിച്ചിരുന്നത്. അങ്ങനെയാണ് 3 കുട്ടകൾ അല്ലെങ്കിൽ ത്രിപിടകം എന്ന പേര് വന്നത്. രസമുണ്ടല്ലേ ഈ കഥ കേൾക്കാൻ? അപ്പോൾ ഈ 3 കുട്ടകളിലും ഓരോന്നിനും അതിൻ്റേതായൊരു റോളുണ്ട്. ഒന്നാമത്തത് വിനയപിടകം. അത് സന്യാസിമാര് പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്.
രണ്ടാമത്തത് സുത്തപിടകം. ഇതിലാണ് ബുദ്ധന്റെ പ്രഭാഷണങ്ങളെല്ലാം വരുന്നത്. മൂന്നാമത്തത് അഭിധമ്മപിടകം. ഇത് കുറച്ചുകൂടി ആഴത്തിലുള്ള തത്വചിന്തയും മനഃശാസ്ത്രപരമായ വിശകലനങ്ങളുമാണ്. അപ്പോൾ ഇവ മൂന്നും ചേരുമ്പോഴാണ് നമുക്ക് ബുദ്ധമതത്തെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടുന്നത്. ഈ ചിത്രം ഒന്ന് നോക്കിയേ. ഇതിൽ ആ 3 പ്രധാന പേടകങ്ങളും അതിന്റെ കീഴിലുള്ള ഒരുപാട് വിഭാഗങ്ങളും അതിലെ ഓരോ പുസ്തകങ്ങളും കാണാം. 2000-ലധികം വർഷം മുൻപ് ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥസമാഹാരം എത്രത്തോളം ചിട്ടയോടെയാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഓർമ്മയിൽ നിന്ന് തുടങ്ങി താളിയോലകളിലേക്കെത്തിയ ഈ 500 വർഷത്തെ യാത്ര നമുക്കൊന്ന് ചുരുക്കി നോക്കിയാലോ? ഈ പട്ടിക കാണുമ്പോൾ നമുക്ക് ആ യാത്രയുടെ ഒരു പൂർണ്ണ രൂപം കിട്ടും, അല്ലേ? ഒന്നാമത്തെ സംഗീതിയിൽ ഓർമ്മയിൽ നിന്ന് ചൊല്ലി, രണ്ടാമത്തേതിൽ പിളർപ്പുകളുണ്ടായി, മൂന്നാമത്തേതിൽ ഗ്രന്ഥം ക്രോഡീകരിച്ച് ലോകമെമ്പാടും പ്രചരിപ്പിച്ചു, നാലാമത്തേതിൽ പുതിയ ശാഖകൾക്ക് അന്തിമരൂപം നൽകി. ഓരോ സംഗീതിയും ആ കാലഘട്ടത്തിന്റെ ആവശ്യകതകളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓർമ്മിക്കാനും തർക്കിക്കാനും അവസാനം ഇതെല്ലാം രേഖപ്പെടുത്തി വയ്ക്കാനുമുള്ള ഈ വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരുപക്ഷേ ബുദ്ധനും ഇന്ന് അദ്ദേഹത്തിന്റെ പാത പിന്തുടരുന്ന കോടിക്കണക്കിന് ആളുകളും തമ്മിലുള്ള ആ നിർണായക കണ്ണി തന്നെ നഷ്ടപ്പെട്ടുപോയനെ. ഒരൊറ്റ ആശയം, അതിനൊരു ഭൂഖണ്ഡത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അത്തരമൊരു യാത്രയാണ്. ബുദ്ധമതത്തിന്റെ അവിശ്വസനീയമായ കഥ. വെറുമൊരു പ്രാദേശിക പ്രസ്ഥാനമായി തുടങ്ങി ഏഷ്യയുടെ സംസ്കാരത്തിൽ തന്നെ ഒരു മായാത്ത മുദ്ര പതിപ്പിച്ച ഒരു ലോകമതമായി അത് മാറിയതെങ്ങനെ എന്ന് നോക്കാം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് പുരാതന ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് നിന്നാണ്. അവിടെ വെച്ചാണ് ഒരു ആശയം കേവലം ഒരു വിശ്വാസം എന്നതിലുപരി ചരിത്രത്തെ തന്നെ രൂപപ്പെടുത്തിയ ഒരു വലിയ സാംസ്കാരിക ശക്തിയായി മാറുന്നത്. അപ്പോ ഇതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നായിരുന്നു? എല്ലാത്തിനും ഒരു തുടക്കമുണ്ടാവുമല്ലോ, അല്ലേ? ബുദ്ധമതത്തിന്റെ കഥ തുടങ്ങുന്നത് ഇന്ത്യയിലെ മഗധയിൽ നിന്നാണ്. അപ്പോ എന്തുകൊണ്ടായിരിക്കും ഈ ആശയം അവിടെ ഇത്രയധികം ആളുകളെ ആകർഷിച്ചത്? എന്തായിരുന്നു അതിന്റെ കാരണം? അതിന്റെ കാരണം വളരെ സിമ്പിളായിരുന്നു. ബുദ്ധമതം ശരിക്കും എല്ലാവർക്കും വേണ്ടിയുള്ള ഒന്നായിരുന്നു. നോക്കൂ, അന്നത്തെ കർശനമായ ജാതി വ്യവസ്ഥയെ അത് നേരെ ചൊവ്വെ ചോദ്യം ചെയ്തു. പിന്നെ അതിലെ ആശയങ്ങളൊന്നും പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന സംസ്കൃതത്തിലായിരുന്നില്ല. പകരം സാധാരണക്കാർ സംസാരിക്കുന്ന പാലി ഭാഷയിലായിരുന്നു. സ്ത്രീകൾക്ക് പോലും ഒരു തടസ്സവുമില്ലാതെ കടന്നുവരാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അത് ജനങ്ങളുടെ മതമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ അതിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം വിജയിച്ചാൽ പോരല്ലോ. ഈ ആശയത്തിന് ലോകം മുഴുവൻ എത്തണമെങ്കിൽ ഒരു വലിയ ശക്തിയുടെ പിന്തുണ വേണമായിരുന്നു. ആ പിന്തുണ വന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തനായ ഒരു ചക്രവർത്തിയിൽ നിന്നായിരുന്നു. അതെ, മൗര്യ ചക്രവർത്തിയായ അശോകൻ. ബുദ്ധൻ മരിച്ച് ഏകദേശം 200 വർഷം കഴിഞ്ഞാണ് സംഭവം. അശോകൻ കലിംഗയുമായി ഒരു യുദ്ധം നടത്തി. ചരിത്രത്തിലെ തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായ ഒന്നായിരുന്നു അത്. ആ യുദ്ധക്കളത്തിൽ കണ്ട കാഴ്ചകൾ അത് അദ്ദേഹത്തെ ശരിക്കും മാറ്റിമറിച്ചു കഴിഞ്ഞു. യുദ്ധം ജയിച്ചിട്ടും അശോകന് സമാധാനം കിട്ടിയില്ല. ഒടുവിൽ അദ്ദേഹം ആശ്വാസം കണ്ടെത്തിയത് ബുദ്ധന്റെ വാക്കുകളിലാണ്. അതോടെ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. എന്നിട്ട് ഒരു തീരുമാനമെടുത്തു. ഇനി വാളെടുക്കില്ല, പകരം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കാൻ തന്റെ സാമ്രാജ്യത്തിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കും. അങ്ങനെയാണ് അദ്ദേഹം ധർമ്മം എന്നൊരു നയം മുന്നോട്ടു വെക്കുന്നത്. ഇത് വെറുമൊരു മതം പ്രചരിപ്പിക്കലായിരുന്നില്ല കേട്ടോ. അതിലുപരി ദയ, സത്യസന്ധത, അഹിംസ ഇതിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ജീവിത രീതിയായിരുന്നു അത്. ഇത് ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും വേണ്ടിയുള്ളതായിരുന്നു. അശോകൻ വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്. അദ്ദേഹം ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചു. മിഷണറിമാരെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അയച്ചു. എന്തിനേറെ പറയുന്നു, സ്വന്തം മകനെയും മകളെയും വരെ അദ്ദേഹം ഈ ദൗത്യവുമായി ശ്രീലങ്കയിലേക്ക് അയച്ചു. ഒരുപക്ഷേ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും സംഘടിതമായ ഒരു ആശയപ്രചാരണമായിരുന്നു അത്. അശോകൻ തുടങ്ങിവെച്ച ആ ഒരു കാര്യം അത് ഏഷ്യയിലുടനീളം വലിയ ചലനങ്ങളുണ്ടാക്കി. പിന്നീട് സന്യാസിമാരും കച്ചവടക്കാരും ഈ ആശയങ്ങളെ തങ്ങളുടെ യാത്രകളിൽ കൂടെ കൂട്ടി. അങ്ങനെ പുരാതന വ്യാപാരപാതകളിലൂടെ ബുദ്ധമതം പുതിയ നാടുകളിലേക്ക് ഒഴുകിപ്പരന്നു. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കിയേ. ഇതൊരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. നൂറ്റാണ്ടുകൾ നീണ്ട ഒരു യാത്രയായിരുന്നു അത്. ശ്രീലങ്കയിൽ തുടങ്ങി പിന്നെ കരമാർഗം പട്ടുപാതയിലൂടെ ചൈനയിലേക്ക്, അവിടെ നിന്ന് കടൽ വഴി തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് ഇതങ്ങനെ പടർന്നു പന്തലിച്ചു. ഓർക്കണം,
ഇത് വെറും ഒരു മതത്തിന്റെ വ്യാപനമായിരുന്നില്ല, അതിനപ്പുറം ഒരു വലിയ സാംസ്കാരിക കൈമാറ്റം തന്നെയായിരുന്നു. ഈ യാത്രയുടെ ഫലം എത്ര വലുതായിരുന്നുവെന്നറിയണോ? അതിന് ഒരു ഉദാഹരണം മാത്രം മതി. ഇന്തോനേഷ്യയിലെ ഈ ബോറോബുദുർ ക്ഷേത്രം ഒന്നാലോചിച്ചു നോക്കൂ. ഇന്ത്യയിൽ തുടങ്ങിയ ഒരൊറ്റ ആശയം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം ഇത്രയും ഗംഭീരമായ ഒരു നിർമ്മിതിക്ക് കാരണമാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകുമോ? അപ്പോ ബുദ്ധമതം എത്തിയ ഓരോ നാട്ടിലും അവിടുത്തെ സംസ്കാരവുമായി അത് ഇഴുകിച്ചേർന്നു. ഇതിന്റെ ഫലമായി കലയിലും വാസ്തുവിദ്യയിലും ഒക്കെ ഒരു പുതിയ തരംഗം തന്നെയുണ്ടായി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്തൂപം. നമ്മൾ കാണുന്ന പോലൊരു സാധാരണ കെട്ടിടമല്ല അത്. ബുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു പുണ്യകേന്ദ്രം, ആളുകൾക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരിടം. അങ്ങനെ നോക്കുവാണെങ്കിൽ ബുദ്ധമത വാസ്തുവിദ്യയ്ക്ക് 3 പ്രധാന രൂപങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്തൂപങ്ങൾ, തിരുശേഷിപ്പുകൾ വയ്ക്കാൻ. 2, വിഹാരങ്ങൾ, അതായത് സന്യാസിമാർക്ക് താമസിക്കാനും പഠിക്കാനുമുള്ള മഠങ്ങൾ. പിന്നെ മൂന്നാമത്തേത് പാറകൾ തുരന്നുണ്ടാക്കുന്ന ഗുഹകളാണ്. ഓരോന്നിനും അതിന്റേതായ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഈ യാത്രയുടെ ഓർമ്മകൾ കല്ലിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അത് കഥകളായി, കലാരൂപങ്ങളായി, വലിയ അറിവുകളായി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അങ്ങനെ ലോകത്തിന് ഒരുപാട് പുതിയ ആശയങ്ങൾ കിട്ടി. ഇതൊരു കൊടുക്കൽ വാങ്ങലായിരുന്നു, അല്ലാതെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് മാത്രം പോയ ഒന്നല്ല. ഉദാഹരണത്തിന്, ഇന്ത്യക്കാർ ചൈനയിൽ നിന്ന് പട്ടുനൂൽ കൃഷി പഠിച്ചപ്പോൾ തിരിച്ച് ചൈനക്കാർ ഇവിടുന്ന് ബുദ്ധചിത്രകല പഠിച്ചു. എന്തിന്? ടിബറ്റൻ അക്ഷരമാല രൂപപ്പെടുത്താൻ പോലും ഇന്ത്യൻ പണ്ഡിതന്മാരുടെ സഹായമുണ്ടായിരുന്നു. ഇതിനെയാണ് നമ്മളൊരു യഥാർത്ഥ സാംസ്കാരിക വിനിമയം എന്ന് പറയുന്നത്. അപ്പോ ഈ വലിയ യാത്രയുടെ ആകെത്തുക എന്താണ്? ഈ ടേബിൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ബുദ്ധമതം ചെന്നെത്തിയ ഓരോ സ്ഥലത്തും അതിന് പുതിയൊരു രൂപവും ഭാവവും കൈവന്നു. ശ്രീലങ്കയിലെ സാഹിത്യം തൊട്ട് ടിബറ്റിലെ ലാമായിസം വരെ നോക്കൂ. ഒരൊറ്റ ആശയം എത്രയെത്ര രൂപങ്ങളിലാണ് പുനർജനിച്ചതെന്ന് കാണാം. ഇതെല്ലാം നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ്. പണ്ട് ബുദ്ധമതം പട്ടുപാതയിലൂടെയാണ് സഞ്ചരിച്ചതെങ്കിൽ ഇന്നത്തെ ആശയങ്ങൾ സഞ്ചരിക്കുന്നത് ഇന്റർനെറ്റിലൂടെയും ടെക്നോളജിയിലൂടെയുമാണ്. ഈ പുതിയ സിൽക്ക് റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന ഏതാശയമായിരിക്കും നാളത്തെ ലോകത്തെ ഇതുപോലെ മാറ്റിമറിക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വലിയ ആശയം അത് മുന്നോട്ട് വച്ച ആളില്ലാതായാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ആശയങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, കാലത്തിനനുസരിച്ച് മാറുന്നത്, ചിലപ്പോൾ രണ്ടായി പിരിഞ്ഞുപോകുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബുദ്ധമതത്തിന്റെ ചരിത്രത്തിലെ അങ്ങനെയൊരു വലിയ വഴിപിരിയലിനെക്കുറിച്ചാണ്. ബുദ്ധമതത്തെ അതിന്റെ 2 പ്രധാന ശാഖകളായി മാറ്റിയ ഒരു യാത്രയെപ്പറ്റി. സത്യത്തിൽ ഇതേയൊരു വെല്ലുവിളിയാണ് ബുദ്ധന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ അനുയായികളും നേരിട്ടത്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്, ജീവിതത്തിൽ എങ്ങനെ പകർത്തണം? ഈ ചോദ്യങ്ങൾക്ക് അവർ കണ്ടെത്തിയ ഉത്തരങ്ങളിലെ വ്യത്യാസങ്ങളാണ് ബുദ്ധമത ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പിളർപ്പിലേക്ക് നയിച്ചത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് പറയാം. ആദ്യം ഈ പിളർപ്പ് എങ്ങനെയാണുണ്ടായതെന്ന് നോക്കാം. പിന്നെ ഈ 2 പ്രധാന ശാഖകളെയും നമുക്ക് അടുത്തറിയാം. അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം പിന്നീട് വന്ന ഒരു ചെറിയ മാറ്റത്തെക്കുറിച്ചുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്നാ പിന്നെ തുടങ്ങാമല്ലേ? അപ്പോ ഈയൊരു പിളർപ്പ് അത് പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതല്ല കേട്ടോ. മറിച്ച് ബുദ്ധന്റെ മരണശേഷം ഒരുപാട് കാലം നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയുമൊക്കെ ഒരു ഫലമായിരുന്നു അത്. ഇതിന്റെ എല്ലാം തുടക്കം ഒരു പ്രധാനപ്പെട്ട തർക്കത്തിൽ നിന്നായിരുന്നു. ഇതിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് വരുന്നത് ബുദ്ധൻ മരിച്ച് ഏകദേശം ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടാണ്. BCE 383 നടന്ന 2ാം ബുദ്ധമത സമ്മേളനത്തിൽ വെച്ച് സന്യാസിമാർ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്നതിനെക്കുറിച്ചൊരു വലിയ തർക്കമുണ്ടായി. ആ ഒരു തർക്കമാണ് ബുദ്ധസമൂഹത്തിൽ ആദ്യത്തെ വലിയ വിള്ളലുണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ 2 ഗ്രൂപ്പുകളായിട്ട് ആളുകൾ തിരിഞ്ഞു. ഒരു ഭാഗത്ത് സ്ഥവിരവാദിനർ, അതായത് പൂർവികരുടെ പാത അതേപടി പിന്തുടരുന്നവർ. അവർ പറഞ്ഞു, ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി പാലിക്കണം, ഒരു മാറ്റവും പാടില്ല. എന്നാൽ മറുവശത്ത് മഹാസാംഖികരുണ്ടായിരുന്നു. അവർ പറഞ്ഞത് നിയമങ്ങളുടെ അന്തസത്തയാണ് പ്രധാനം, കാലത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ആവാം എന്നായിരുന്നു. ഈ 2 ചിന്താഗതികളാണ് പിന്നീട് 2 വലിയ വഴികളായി മാറിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്ഥവിരവാദിനരുടെ, അതായത് നിയമങ്ങൾ കർശനമായി പാലിക്കണം എന്ന് പറഞ്ഞവരുടെ വഴിയിൽ നിന്ന് വന്ന ശാഖയെക്കുറിച്ച് നോക്കാം. ബുദ്ധമതത്തിന്റെ ഏറ്റവും പഴയ രൂപമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ ശാഖയെ സാധാരണയായി ഹീനയാനം എന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പേര് വിളിച്ചത് അവരുടെ എതിർവിഭാഗക്കാരാണ്. ചെറിയ പാത എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അവർ സ്വയം അങ്ങനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്നത് തങ്ങളുടേത് ഥേരവാദമാണെന്നാണ്, അതായത് പൂർവികരുടെ സിദ്ധാന്തം.
അപ്പോൾ എന്താണ് ഈ തേരവാദത്തിന്റെ അല്ലെങ്കിൽ ഹീനയാനത്തിന്റെ പ്രധാന ലക്ഷ്യം? അത് ഒരു അർഹതനായി തീരുക എന്നതാണ്. ആരാണ് ഈ അർഹതൻ, അല്ലേ? ലളിതമായി പറഞ്ഞാൽ കഠിനമായ സാധനയിലൂടെയും ധ്യാനത്തിലൂടെയുമൊക്കെ സ്വന്തം ആഗ്രഹങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കി നിർവ്വാണം നേടിയ ആൾ. ഇതൊരു വ്യക്തിഗത മോക്ഷത്തിന്റെ വഴിയാണ്. ഓരോരുത്തരും അവരവർക്ക് വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന്, ഇവർക്ക് ബുദ്ധൻ ഒരു ദൈവമല്ല, അദ്ദേഹം ഒരു മഹാനായ ഗുരുവാണ്, വഴികാട്ടി മാത്രം. അതുകൊണ്ട് തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പരിപാടിയേയില്ല. ലക്ഷ്യം ഓരോ വ്യക്തിയുടെയും സ്വന്തം മോക്ഷമാണ്. പിന്നെ അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ബുദ്ധൻ സംസാരിച്ചിരുന്ന പാലി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾക്കാണ്. ശരി, ഇനി നമുക്ക് മറ്റേ ഗ്രൂപ്പിലേക്ക് വരാം. അതായത് കുറച്ചുകൂടി ഉദാരമായ ചിന്താഗതി വെച്ചു പുലർത്തിയ മഹാസാംഖ്യകർ. അവരിൽ നിന്നാണ് രണ്ടാമത്തെ പ്രധാന ശാഖയുണ്ടാകുന്നത്. ഇത് കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു വഴിയായിട്ടാണ് വളർന്നു വന്നത്. ഇതിന്റെ പേരാണ് മഹായാനം. കേൾക്കുമ്പോൾ തന്നെ അറിയാം, മഹത്തായ പാത. എന്തുകൊണ്ടാണിതിങ്ങനെ അറിയപ്പെടുന്നത്? കാരണം ബുദ്ധമതം സന്യാസിമാർക്ക് മാത്രമല്ലല്ലോ, സാധാരണക്കാർക്കും കൂടിയുള്ളതാണ്. എല്ലാവർക്കും ജീവിതം ഉപേക്ഷിച്ച് ധ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയൊരു വഴി വേണ്ടേ? ആ ഒരു ആവശ്യത്തിൽ നിന്നാണ് മഹായാനം ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു വരുന്നത്. മഹായാനത്തിന്റെ ആശയം എത്രത്തോളം വ്യത്യസ്തമാണെന്ന് ഈ ഒരു വാചകം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇവിടെ ഫോക്കസ് മാറുകയാണ്. സ്വന്തം മോക്ഷമല്ല, മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ് പ്രധാനം. ശരിക്കും മഹായാനത്തിന്റെ ആത്മാവ് തന്നെ ഇതാണ്. അപ്പോൾ ഹീനയാനത്തിലെ അർഹതന് പകരം മഹായാനത്തിലുള്ളത് ബോധിസത്വനാണ്. ആരാണ് ഈ ബോധിസത്വൻ? ഇവർക്ക് ശരിക്കും ജ്ഞാനോദയം കിട്ടിക്കഴിഞ്ഞു. വിചാരിച്ചാൽ നിർവ്വാണത്തിലേക്ക് പോകാം. പക്ഷേ അവരത് ചെയ്യുന്നില്ല. എന്തിനാണെന്നോ, ഈ ലോകത്തുള്ള എല്ലാവരും, ഓരോ ജീവിയും അവരുടെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതുവരെ അവരെ സഹായിക്കാൻ വേണ്ടി ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചവരാണ് ബോധിസത്വന്മാർ. ഇതൊരു വലിയ കരുണയുടെ വഴിയാണ്. ഇവിടെ എത്തുമ്പോഴേക്കും ബുദ്ധനൊരു ദൈവമായി മാറുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ആരാധനയും വിഗ്രഹങ്ങളുമൊക്കെ വരും, അല്ലേ? ബുദ്ധന്റെയും ബോധിസത്വന്മാരുടെയും ഒക്കെ വിഗ്രഹങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. ലക്ഷ്യം ഒരാളുടെ മോക്ഷമല്ല, എല്ലാവരുടെയും മോക്ഷമാണ്. ഇത്രയും വലിയ ആശയങ്ങൾ പറയാൻ അന്ന് പണ്ഡിതന്മാർ ഉപയോഗിച്ചിരുന്ന സംസ്കൃത ഭാഷയിലേക്ക് അവരുടെ ഗ്രന്ഥങ്ങളും മാറി. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്ന് ഒരുമിച്ച് വെച്ച് നോക്കിയാലോ? അപ്പോൾ ആ വ്യത്യാസം നല്ല ക്ലിയറാവും. നോക്കൂ, ഈ പട്ടികയിൽ എല്ലാം വ്യക്തമാണ്. അർത്ഥം മുതൽ അവരുടെ ലക്ഷ്യം, അതായത് അർഹതനാണോ ബോധിസത്വനാണോ ആകേണ്ടത് എന്നുള്ളത്. പിന്നെ ബുദ്ധനെ എങ്ങനെ കാണുന്നു, ആരാധനയുടെ രീതി, ഭാഷ, എവിടെയൊക്കെയാണത് പ്രചരിച്ചത് എന്നുവരെ. ശരിക്കും ആ ഒരൊറ്റ കാര്യത്തിലാണ് എല്ലാം തുടങ്ങുന്നത്. സ്വന്തം മോക്ഷമാണോ അതോ എല്ലാവരുടെയും മോക്ഷമാണോ പ്രധാനം എന്ന ചോദ്യത്തിൽ. ബാക്കിയെല്ലാം അതിൻ്റെ തുടർച്ചയാണ്. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ബുദ്ധമതത്തിന്റെ പരിണാമം മഹായാനത്തിൽ അവസാനിച്ചില്ല കേട്ടോ. അതിനുശേഷവും പുതിയ വഴികളുണ്ടായിട്ടുണ്ട്. നമുക്ക് അതിലൊന്നിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാം. ഏകദേശം 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ മഹായാനത്തിൽ നിന്ന് തന്നെ വജ്രയാനം എന്നൊരു പുതിയ ശാഖ കൂടി വന്നു. വജ്രായുധത്തിന്റെ വാഹനം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. കുറച്ചുകൂടി വേഗത്തിൽ ചില പ്രത്യേക മന്ത്രങ്ങളും തന്ത്രങ്ങളുമൊക്കെ ഉപയോഗിച്ച് ജ്ഞാനോദയത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണിത്. ടിബറ്റൻ ബുദ്ധിസമൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു വരാം, ആ അടിസ്ഥാനപരമായ തിരഞ്ഞെടുപ്പിലേക്ക്. ഒരു വശത്ത് കഠിനമായ അച്ചടക്കത്തിലൂടെ സ്വന്തം ദുരിതമില്ലാതാക്കുന്ന അർഹതന്റെ വഴി, മറുവശത്ത് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മോക്ഷം പോലും മാറ്റിവെക്കുന്ന ബോധിസത്വന്റെ മഹാകരുണയുടെ വഴി. ഈ ഒരു ചോദ്യത്തിന് ഇന്നും വലിയ പ്രസക്തിയുണ്ട്, അല്ലേ? സ്വന്തം ലക്ഷ്യങ്ങൾ നേടാനുള്ള കഠിനാധ്വാനമാണോ അതോ ചുറ്റുമുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുന്ന ആ ഒരു കരുണയാണോ ഇന്നത്തെ ലോകത്ത് നമുക്ക് കൂടുതൽ വേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ.